ഒന്നാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യം. എന്നാൽ ഒരു വാക്യത്തിൽ രണ്ട് നന്മകൾ, രണ്ട് വിധമായ, ഒന്നിന്റെ നന്മയെന്ന് പറയാൻ പറ്റും, രണ്ട് പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നു. രാത്രിയും പകലും പോലും വ്യത്യസ്തമായിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന ഈ ദൈവവചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. രണ്ടാമത്തെ പ്രസ്താവന രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയാണ്. ഇന്ന് മഹാടവകയായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ചിന്താവിഷയം യുണൈറ്റഡ് ഇൻ ലവ് എന്നുള്ളതാണ്. സ്നേഹത്തിൽ ബന്ധപ്പെടുക, സ്നേഹത്താൽ ഒരുമിച്ച് കൂടുക, സ്നേഹത്തിന്റെ ഐക്യതയെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് നാം വായിച്ച വേദഭാഗമെല്ലാം ഈ സ്നേഹത്തിന്റെ ഐക്യതയെ കുറിച്ച് എടുത്തു പറയുന്ന ചില വേദഭാഗങ്ങൾ. അതിന് രണ്ടു വിധത്തിൽ നമുക്ക് അതിനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് നാം കണ്ടതായ വായിച്ചതായ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയാകുന്നു. എങ്ങനെ നമുക്ക് ആ ദൈവശക്തി നമ്മുടേതാക്കി തീർക്കുവാനായിട്ട് സാധിക്കും? ഇതൊരു വലിയ വിഷയമാണെന്നാൽ ആ വിഷയത്തെ വളരെ ലളിതമായ രീതിയിൽ പെട്ടെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്ന ഭോഷത്വത്തിന് വേണ്ടി അല്ല തിരഞ്ഞെടുക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തിനായി തിരഞ്ഞെടുത്ത ദൈവജനം അവർ ദൈവത്തിൽ നിന്ന് മാറി പാപത്തിന്റെ അടിമത്വത്തിൽ, പാപത്തിന്റെ അധീനതയിൽ ദൈവമക്കൾ അല്ലാത്തവരായി തീർന്നു. എന്നാൽ അങ്ങനെ ദൈവമക്കളല്ലാത്തവരായി തീർന്നവരെ വീണ്ടും ദൈവമക്കളാക്കുന്നതിന് വേണ്ടി നിത്യമായ മരണത്തിൽ നിന്ന് അവരെ വിടുവിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പിതാവായിരിക്കുന്ന ദൈവം തന്റെ ഓമന കുമാരനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് ഞാനും നിങ്ങളും ആ ഒരു ഭോഷത്വത്തിൽ നിന്നും നിത്യജീവന്റെ പ്രത്യാശയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവം പേര് കണ്ടി വിളിച്ച് ദൈവമക്കളാക്കി തീർത്ത ഒരു കൂട്ടം ജനമാണ് ഇസ്രായേൽ ജനം. ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ നിന്നുകൊണ്ട് മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അവിടെ 10 വിധമായിരിക്കുന്ന ഉപദേശങ്ങൾ ദൈവം തന്റെ മക്കൾക്ക് നൽകി. എന്തിനു വേണ്ടി ഉപദേശം നൽകിയല്ലോ? ആ ഉപദേശത്തിന് ശേഷം ലഭിക്കുന്ന ഈ ഐക്യവും, ഈ ഐക്യക്കാരുള്ള സന്തോഷവും, ഈ ഐക്യക്കാർ നമുക്ക് ലഭ്യമായി തീരുന്ന ആ അനുഗ്രഹത്തെ കുറിച്ച് പ്രതിപാദിക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വേഗത്തിൽ ചിന്തിച്ചു പോകാം. നമുക്ക് അറിയാവുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം നമുക്കില്ല. നാം വായിച്ചതായിരിക്കുന്ന ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ മക്കൾക്ക് ഈ സ്നേഹബന്ധത്തിൽ നിലനിൽക്കുവാൻ ദൈവമക്കളായി ഭോഷത്വത്തിന്റെ ആത്മാവല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളായി തീരുവാൻ ദൈവം പറഞ്ഞിരിക്കുന്ന 10 കാര്യങ്ങളെ, ഉപദേശങ്ങളെ അവിടെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഞാനത് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഒന്നാമത്തെ കാര്യം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. നിങ്ങളൊരു ദൈവമക്കളായി ഭോഷത്വമില്ലാത്തവരായി ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണം. ദൈവത്തിന്റെ സ്വന്തം നമ്മൾ എത്ര വലിയ മനുഷ്യരാണെന്ന് പറഞ്ഞാലും, നമ്മുടെ എത്ര പാരമ്പര്യം പറഞ്ഞാലും, ഈ ദൈവവചനത്തെ കൂടാതെയാണ് ജീവിതമെങ്കിൽ അതിനകത്ത് യാതൊരു പ്രയോജനവുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വേദപുസ്തകം വായിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. ഇന്നത്തെ ക്രിസ്ത്യാനി, ഇന്നത്തെ CSIക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത
പറയുന്ന പോലെ പറയുക, മറ്റുള്ളവരെ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് ഇല്ല. നമുക്ക് നമ്മുടെ കാര്യം ചിന്തിച്ചാൽ മതി. അപ്പോ ഇവിടെ വേദപുസ്തകം പറയുന്നു, ഒന്നാമത്തെ കാര്യം ഉപദേശം, നീ ദൈവവൈദ്യനായി, നീ ഭോഷത്വത്തിന്റെ മകളായി ജീവിക്കരുത് എന്നുണ്ടെങ്കിൽ നീ ദൈവവചനം പഠിക്കുന്നവരായിരിക്കും. കുറച്ചു നാളുകൾക്ക് പുറകിൽ വളരെ പാരമ്പര്യമുള്ളതായിരിക്കുന്ന ഒരു CSI സഭാംഗം, അദ്ദേഹം ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യ സഭയെയും എല്ലാം ഇങ്ങനെ കുറ്റം പറയും. സ്വന്തം സഭയിൽ തുടങ്ങി അവർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അപ്പുറത്തോരങ്ങനെയാണ്, ഇപ്പുറത്തോരിങ്ങനെയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ തുടരും. അങ്ങനെ പറഞ്ഞു വന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹത്തിന് ഈ വേദപുസ്തകപരമായിട്ട് അറിവുള്ളയാളാണെന്നാണ് വിചാരിച്ചത്. കുറെ പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാക്കി വേദപുസ്തകത്തെ കുറിച്ച് ഒന്നും അറിയത്തില്ല. വർത്തമാനം കേട്ട് കഴിക്കുന്ന പൗലോസിന്റെ അനിയനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടെ അതുപോലെയുള്ളതായിരിക്കുന്ന കുറെ വിശ്വാസികൾ ഇന്നോ വിശ്വാസ സമൂഹത്തിൽ അവരുടെ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കുന്നവരായിരിക്കണം, അവയെ അനുസരിക്കുന്നവരായിരിക്കണം, അവയ്ക്ക് അനുസൃതമായി ജീവിക്കുന്നവരായിരിക്കണം. ആ പ്രമാണങ്ങൾ അറിയണമെങ്കിൽ നാം ദിനത്തോറും വേദപുസ്തകം വായിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം, അതിന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്ന രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പലപ്പോഴും പല ക്രിസ്ത്യാനികളുടെ ജീവിതം അവരുടേതായിരിക്കുന്ന സമയത്തിനും സാഹചര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ചാണ്. വേദപുസ്തകം പറയുന്നത്, നീ അനുഗ്രഹിക്കപ്പെടുവാൻ നീ ഈ ദൈവവചനത്തോട് ഒന്നും കൂട്ടരുത്, നീ അതിനോട് ഒന്നും കുറയ്ക്കരുത്. ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നു, തണുപ്പാണെങ്കിൽ ഇപ്പൊ നല്ല തണുപ്പിന്റെ സമയം അല്ലേ, ആൾക്കാർ അതിനനുസരിച്ച് കുറയുന്നു, അനുസരിച്ച് ആരാധനയ്ക്ക് വരുന്നവരുടെ എണ്ണം കുറയുന്നു, തണുപ്പ് കാരണം. പക്ഷെ 6 മണിക്ക് നടക്കുന്ന കുർബാനയിൽ പോകുന്നവർക്ക് ഒരു തണുപ്പില്ല. അതെന്തായിട്ട് പ്രത്യേകത ഇപ്പോഴും എനിക്ക് അറിഞ്ഞിട്ടില്ല. നമുക്ക് തണുപ്പ് പ്രശ്നം കഴിഞ്ഞ ഞായറാഴ്ച ഒട്ടും ആൾക്കാരില്ലായി. അപ്പൊ നമുക്ക് മഴ പ്രശ്നം, വലിയ വെയിലായാൽ അത് പ്രശ്നം. എന്നാൽ ദൈവവചനം പറയുന്നതോ, നീ ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കും. അതിനോടൊന്നും കൂട്ടാൻ പറ്റില്ല, അതിനോടൊന്നും കുറയ്ക്കാൻ പറ്റില്ല. അത് ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഒന്ന്, കൽപ്പന പ്രമാണിക്കുന്നവരായിരിക്കണം. കൽപ്പന പ്രമാണിക്കുന്നവരാകണമെങ്കിൽ വേദപുസ്തകം പഠിക്കുന്നവരാകണം. വേദപുസ്തകം പഠിച്ചെങ്കിൽ മാത്രമേ കൽപ്പന പ്രമാണിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വേദപുസ്തകം പഠിച്ചാൽ മാത്രമേ ആ കൽപ്പനയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ അതിൽ തന്നെ നിലനിൽക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, 9ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വാക്യം, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. മറക്കരുതെന്ന് മാത്രമല്ല, നിന്റെ ആഴ്ചകാലം ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ ഇരിക്കാൻ സൂക്ഷിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ജനത്തോട് പറയുന്ന ദൈവത്തിന്റെ ദൂതുകൾ, നീ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ കണ്ടത്? നമുക്കിത് ഒത്തിരി വിശദീകരിക്കാനായിട്ട് സമയമില്ല. എന്തൊക്കെയാ കണ്ടത്? നിന്റെ പിതാക്കന്മാര് മാതാപിതാക്കളെ നരകിച്ച് ജീവിക്കുന്നത് നീ കണ്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ നിന്നെയും നിന്റെ തലമുറയും ദൈവം ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു. മറക്കരുത്. കേറി കിടക്കുവാൻ ഒരു നല്ല വീടില്ലാത്തതൊന്നും നല്ല വാർക്ക വീട്ടിലേക്ക് കൊണ്ടുവന്നത് നീ മറക്കരുത്. നടന്നുപോയി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഇടയിൽ നിന്നും ഞാൻ കൂടെ പറയുന്ന കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് ഒരു വണ്ടിയുടെ ഒരു കാറിന്റെ ഒരു സൈക്കിളിന്റെ ടയർ മേടിക്കാൻ പറ്റാത്ത ഇടത്തു നിന്നാണ് വില കൂടിയ കാറ് മേടിക്കുവാൻ കൊണ്ടുവന്ന നീ അത് കണ്ടത് മറക്കരുത്. സ്തോത്രം. നിന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കാതിരുന്ന വിദ്യാഭ്യാസം, അവരുടെ സ്വപ്നമില്ലാത്ത വിദ്യാഭ്യാസം നിന്റെ തലമുറയ്ക്ക് ലഭിച്ചതോ നീ കണ്ടതാണ്, മറക്കരുത്. എന്റെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ 1 മണിക്ക് മറ
ദൈവത്തിന് നന്ദി കരയട്ടെ. ദൈവത്തിന് സ്തോത്രം. അത് നീ മറക്കുവാനായിട്ട് പാടില്ല. അവന്റെ മനസ്സിൽ നിന്നോ വിട്ടുപോകാതെ ഇരിക്കണം. ഇന്നത്തെ ദൈവജനം അത് മറന്നു പോകുന്നു. അതുകൊണ്ട് പ്രവാചകൻ വിലപിക്കുന്നു, അയ്യോ ദൈവത്തിന്റെ കൃപ മറന്നു പോകുന്ന കാഠിന്യമുള്ള ഒരു ജനം. നമ്മൾ എത്ര പേര് ഓർക്കുന്നുണ്ട്? കഴിഞ്ഞ പ്രാവശ്യം ദൂരത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് ഒരു സഹോദരൻ ഇവിടെ വന്നു. അദ്ദേഹത്തോട് 1 മിനിറ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം നല്ല ദൈവഭക്തിയുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് 5 മിനിറ്റ് സംസാരിച്ചത് 5 മിനിറ്റിൽ അദ്ദേഹം 2 മിനിറ്റ് കരഞ്ഞുകൊണ്ട് സംസാരിച്ചു. നല്ല ഉന്നതനായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, നല്ല ശമ്പളം വാങ്ങുന്ന ഒരു മനുഷ്യൻ, 1 ലക്ഷത്തിന് മുകളിൽ അദ്ദേഹം ശമ്പളം വാങ്ങും. അദ്ദേഹം ഈ ദേവാലയത്തിൽ വെച്ച് എന്നോട് പറഞ്ഞ ഒരു കാര്യം, എന്നോട് പറഞ്ഞാ ഈ നന്മയ്ക്കൊന്നിനും ഞാൻ അർഹനല്ലായിരുന്നു. നമുക്ക് എത്ര പേർക്ക് അത് ബോധ്യമുണ്ട്? ആക്റ്റീവ് സർവീസിലുള്ള ഒരു മനുഷ്യൻ, 1 ലക്ഷത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുക, ഈ ദേവാലയത്തിൽ വെച്ച് കരഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുക, ഈ നന്മയ്ക്കൊന്നിനും ഞാൻ യോഗ്യനല്ലായിരുന്നു. നമുക്ക് എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നന്മയ്ക്കൊന്നും നാം യോഗ്യനല്ലായിരുന്നു. പക്ഷേ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അവര് ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് വിലപിച്ചതുകൊണ്ടോ അവരുടെ കണ്ണുനീരിന് പ്രതിഫലം നൽകിയ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ നന്മകളെല്ലാം, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ബെഞ്ച് പോലും ആ കണ്ണുനീരിന്റെ നന്മയാണ്. നമ്മൾ നിരത്തിലോട്ടുമ്പോൾ കണക്കാതിരിക്കുവാൻ, അത് ആ കാർപ്പറ്റെ ചവിട്ടിയിരിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം പോലും ദൈവം നമുക്ക് നൽകിയ നന്മയാണ്. എവിടുന്നാ ലഭിച്ചത്? നമ്മുടെ പൂർവ്വപിതാക്കന്മാരിൽ കൂടെ. അവരുടെ കണ്ണുനീരിന്റെ ഫലമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പുകഴുവാൻ എന്താവുന്നത്? നമുക്ക് പറയുവാനായിട്ട് എന്താവുന്നത്? ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ നേടിയെന്നതിന്റെ ഹൃദയം പറയാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളണം. ഇതെല്ലാം എന്റെ കയ്യാൽ നേടിയെന്നത് ഒരിക്കലും പറയരുത്. കാരണം അതിനു മുമ്പേ ഉരുത്തി നിറച്ച് വെച്ചതായിരിക്കുന്ന ഒരു മാതാപിതാക്കൾ നമുക്കുണ്ടോ? സ്തോത്രം. അവരുടെ കണ്ണുനീരിന്റെ ഫലമാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ നിന്നോ വിട്ടുപോകരുന്ന 4ാമത്തെ കാര്യം, നീ സൂക്ഷിച്ച് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. 4ാമത്തെ കാര്യം, നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. ഒന്നാമത് നാം ചിന്തിച്ചതോ ഈ കൽപ്പനകളെ നീ പ്രമാണിച്ച് നടക്കണം. 2, ഇതിനോട് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. 3, ഇത് ഒന്നും ദൈവത്തിന്റെ നടത്തിയ വിധങ്ങളെ ഒന്നും നീ മറക്കരുത്. 4ാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു, നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും നിന്റെ ചിന്തയും നിന്റെ നടപ്പും നിന്റെ ജീവിതവും നിന്റെ വിശ്വാസവും നിന്റെ പ്രത്യാശയും ജാഗ്രതയോടെ നോക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വേദപുസ്തകം പറയുന്ന ലോകവും അതിന്റെ പ്രതാപങ്ങളും പിശാചിന്റേതാണ്. എന്നാൽ ദൈവമക്കൾക്ക് അവൻ പ്രതാപങ്ങൾ നൽകും. ആ പ്രതാപത്തിൽ നീ വീണു പോകരുത്. ആ പ്രതാപത്തിൽ നീ വീണു പോകരുത്. ആ പ്രതാപത്തിന്റെ പരിചയം നീ അതിൽ കർത്താവായിരിക്കണം. നിനക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നീ കർത്താവായിരിക്കണം. നിന്റെ ഓരോ അനുഗ്രഹവും നിന്നെ നയിക്കുവാനായിട്ട് വരുത്തരുന്നു. നമുക്ക് ദൈവം തന്ന ആരോഗ്യമുണ്ട്. നമ്മുടെ ഞായറാഴ്ച വേറെ ബിസിനസ്സിനായിട്ട് പോകരുത്. പറഞ്ഞതിന്റെ അർത്ഥമാണ് നമുക്ക് ലഭിച്ചത് അറിവുകൊണ്ട്. ആ അറിവ് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് തടസ്സമാകരുത്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഈ സാഹചര്യങ്ങൾ ഒന്നും ദൈവത്തെ ആരാധിക്കുവാൻ തടസ്സമായി വരരുത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് വരരുതെന്ന് പറയുന്നു? അങ്ങനെ സംഭവിച്ചാൽ ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നു, രാജസ്ഥാനത്ത് നിന്നോ നിന്നെ വെറും കൈയോടെ ഇറക്കി വിടുന്ന ഒരു ദൈവമുണ്ടെന്നറിഞ്ഞ് അവനെ ഭയപ്പെടണം. വേദപുസ്തകം പറയുന്നു, നിന്നെ കുപ്പയിൽ നിന്ന് എടുത്തോ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ആ രാജസിംഹാസനത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്തോത്രം വെറും കൈയോടെ ഇറക്കി വിടുന്ന ഒരു ദൈവം
ശൗലിനെ നമുക്കറിയാം അല്ലേ? എത്ര ശ്രേഷ്ഠനായിരുന്നു അവൻ! രാജാവായിരുന്നവൻ, അധികാരവും മഹത്വവും സൈന്യബലവും എല്ലാം ഉണ്ടായിരുന്നതായ ഒരു വ്യക്തി. ദൈവത്തിന് സ്വന്തം. എന്നാൽ ഇതാ ശത്രുക്കളുടെ മുമ്പിൽ അവൻ പകച്ചുപോയി. അവൻ പറഞ്ഞു, ഈ പരിശോധന പിടിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കാൻ പോകുകയാണ്. ശൗൽ എങ്ങനെയാ മരിച്ചത്? അവന്റെ സ്വന്തം ആയുധത്തെ വീണ് അവൻ മരിച്ചു. രാജസ്ഥാനത്ത് നിന്നോ വെറും കൈയോടെ ഇറക്കി വിട്ടവൻ അവനെ എങ്ങനെ അടക്കം ചെയ്തത്? തലയില്ലാത്തവനായി അവനെ അടക്കം ചെയ്യുന്നു. ഒരു രാജസ്ഥാനത്തിരുന്നവനാണ്, പക്ഷേ തലയില്ലാത്തവനായി അവനെ അടക്കം ചെയ്യാനിടയായിരുന്നു. ദൈവം അവനെ രാജസ്ഥാനത്തിൽ നിന്നും ഇറക്കി വിട്ടതുകൊണ്ടാണ്. ദൈവത്തിന് സ്വന്തം എന്നാണ്. ഇതാ കല്ലേല് മുട്ടിയേലും അടിയേലൊക്കെ ഇരുന്ന ഒരുത്തൻ, അവന്റെ പേര് ദാവീദ്. അവൻ ആകെ അറിയാവുന്നത് ആടിനെ മേയ്ക്കുവാനാണ്. പിന്നെ സിംഹത്തെയൊക്കെ വലിച്ചിടാൻ അവനറിയാം. അവനെ എടുത്ത് രാജസിംഹാസനത്തിൽ ദൈവം കൊണ്ടുപോയി ഇരുത്തി. ദൈവത്തിന്റെ കൃപ നീ മറന്നു പോകും. ദൈവത്തിന്റെ നടക്കുന്ന വിധങ്ങളെ മറന്നു പോകരുത്. ആ വിധങ്ങളെ അനുസരിച്ച് വേണം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളണം. നിനക്ക് ദൈവം തരുന്ന ജോലി ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി വരരുത്. ദൈവം നിനക്ക് തരുന്ന പണം ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി വരരുത്. ദൈവം നിനക്ക് തരുന്ന ജ്ഞാനം ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി വരരുത്. ദൈവം നിനക്ക് തരുന്ന സാഹചര്യങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി വരരുത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നീ ജാഗ്രതയോടെ ജീവിക്കണം. അഞ്ചാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം വായിച്ച് 9-ാം വാക്യത്തിന്റെ അവസാനത്തെ 2 വാക്യങ്ങളൊന്ന് വായിച്ചു. ജാഗ്രതയോടെ കാത്തുകൊള്ളുക. ബാക്കി ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിന്റെ അവസാനം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന മക്കളുള്ളവരോട്, മക്കളുടെ മക്കളുള്ളവരോട്, കൊച്ചുമക്കളോടൊക്കെ ഞാനൊരു കാര്യം ഉത്തരം പുറത്തു പറയുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ കുഞ്ഞുമക്കളോട്, വല്യപ്പന്മാരോടാണ്, നിങ്ങളുടെ കൊച്ചുമക്കളോട് നിങ്ങളെ നടത്തിയ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ മക്കളുടെ മക്കളോട് ഒരിക്കലെങ്കിലും നിങ്ങളെ നടത്തിയ, ഇത്രത്തോളം ആക്കിയ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളോട് നിങ്ങളെ നടത്തിയ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? ഇവിടെ വേദപുസ്തകം പറയുന്നു, നീ നിന്റെ മക്കളോടും അവരുടെ മക്കളോടും. സങ്കീർത്തനത്തിൽ ഒരു അനുഗ്രഹം നമുക്ക് നൽകിയിട്ടുണ്ട്. നീ നിന്റെ മക്കളെയും അവരുടെ മക്കളെയും കാണും. എന്തിനാണ് കാണുന്നത്? ഒരു ദൈവഭക്തനാണെങ്കിൽ അവന്റെ തലമുറയിൽ അവൻ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി നന്മയാണ് അവന്റെ മക്കൾ അനുഭവിക്കുന്നത്. ആ മക്കൾ അനുഭവിച്ചതിന്റെ 10 ഇരട്ടി നന്മ മക്കളുടെ മക്കൾ അനുഭവിക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വന്നതെന്ന്. ഇവിടെ അങ്ങനെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചാണകം മെഴുകിയ തറയിലാണ് നമ്മൾ കിടന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ കിടന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കൊച്ചുമക്കളോട്? അവർക്കത് അറിയുന്നില്ല, അവരാരും കണ്ടിട്ടില്ല. നമ്മൾ ഓല കൊണ്ട് കെട്ടി, ഓല കൊണ്ട് മേഞ്ഞ ഒരു ഭവനത്തിലാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ കിടന്നുറങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അവിടെ നിന്ന് ദൈവം നമ്മെ ഉയർത്തി ഇവിടെ കൊണ്ടുപോകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. മാർബിളിട്ട, ടൈലിട്ട, ഗ്രാനൈറ്റിട്ട ഭവനങ്ങളിൽ വസിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചോരുന്ന കൂരയ്ക്കകത്ത് ജീവിച്ചവരാണ്. എങ്ങനെയാ മാറ്റം സംഭവിച്ചതോ? ഞാൻ പഠിച്ചത്, ഞാൻ അധ്വാനിച്ചത് കൊണ്ടല്ല. വേദപുസ്തകം പറയുന്നു, നിന്റെ ഹൃദയം ഒരിക്കൽ പോലും ഇത് നിന്റെ കൈ സമ്പാദിച്ചു എന്ന് പറയുന്നു. ദൈവത്തിന്റെ
കൃപയാണ്. ദൈവത്തിന്റെ സ്വപ്നം ദൈവത്തിന്റെ കൃപയാണ്. അവൻ തന്നതല്ലാതെ നമുക്ക് പറയുവാൻ പുകഴുവാൻ ഒന്നുമില്ല. ദൈവത്തിന്റെ സ്വത്രം അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകരല്ല നമ്മുടെ ഒരു ദൈവവചനത്തിന്റെ അധ്യാപകർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ. ആദ്യത്തെ അധ്യാപകർ നമ്മളാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളില്ലെങ്കിൽ നമ്മുടെ മക്കൾ നന്നായി വളരുകയില്ല. ദൈവത്തിന്റെ സ്വത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഞ്ചാമത്തെ കാര്യം നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും ഇത് പറയണം. ആറാമത്തെ കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഞാൻ നിന്റെ പെട്ടെന്ന് വായിക്കാം. അതിന്റെ 10ാമത്തെ ഭാഗത്തിന്റെ അവസാന ഭാഗം, അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിപ്പിക്കുകയും തങ്ങളുടെ മക്കളെ പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും വേണം. ദൈവത്തെ ഭയപ്പെടുവാൻ നീ പഠിക്കണം. നമുക്ക് ഭയമോ? ദൈവത്തെ ഭയമോ? നമ്മൾ വേദപുസ്തകം എടുക്കുമ്പോൾ ഭയങ്കര ഭയമായിരിക്കറിയാം. അതുകൊണ്ടാണ് പള്ളി വരുമ്പോൾ വേദപുസ്തകം കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും വേദപുസ്തകം ഇല്ലാതെ വരുന്നത് ആ ഭയമാണ്, അല്ലേ? നല്ല കാര്യം. ആ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ പള്ളി വരുമ്പോൾ പുസ്തകമായിട്ട് വരണം. ഇവിടെ വേദപുസ്തകം പറയുന്നത് നീ ദൈവത്തെ ഭയപ്പെടണം. നീ ഭയപ്പെടുന്നത് കണ്ടിട്ട് വേണം എന്റെ മക്കള് അതിനെ ഭയപ്പെടുവാനാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, ഈ ഇസ്ഹാക്കിനെ യാഗത്തിന് വേണ്ടി കൊണ്ടുപോകുക, അബ്രഹാം കൊണ്ടുപോകുക. ഈ പോകുന്ന വഴിക്ക് ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? അപ്പ ഇവരൊക്കെ പറഞ്ഞത് പുരുഷന്മാരെന്ന് പറഞ്ഞത് അബ്രഹാമിനോട് ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ വിറകും പിന്നെ എന്താണോ അത് പറയുന്നത്? കത്തിയുണ്ട്, വിറകുണ്ട്, തീയുമുണ്ട്. പക്ഷെ യാഗത്തിലുള്ള മൃഗമെവിടെ? ഇവരെവിടെന്നാ പഠിച്ചത്? ഇതെവിടെന്നാ പഠിച്ചത്? യാഗത്തിന് ഈ സാധനങ്ങൾ വേണമെന്ന് എവിടെന്നാ പഠിച്ചതോ? അവന്റെ അപ്പനെ കണ്ട് പഠിച്ചതാണ്. സ്വന്തം അവന്റെ അപ്പനെ കണ്ട് പഠിച്ചു. അവന്റെ അപ്പൻ അവനെ ആരാധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. അവൻ നോക്കിയത് കണ്ടു പഠിച്ചു. ആരാധനയ്ക്ക് എന്തൊക്കെ ചെയ്യണം എവിടെന്നാ പഠിച്ചത്? അപ്പനിൽ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾ എന്താ പഠിച്ചത്? എന്ത് പഠിച്ചു? ആരാധന പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളൊക്കെ എവിടെയാണ്? മക്കൾക്ക് നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസം ദൈവത്തെ ആരാധിക്കാൻ തടസ്സമാണോ? മക്കൾക്ക് അതിൽ ലഭിച്ചിരിക്കുന്ന ജോലി ദൈവത്തെ ആരാധിക്കാൻ തടസ്സമുണ്ടോ? മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഹനം ദൈവത്തെ ആരാധിക്കാൻ തടസ്സമാണോ? ദൈവത്തെ ഭയപ്പെടുവാൻ പഠിപ്പിക്കണം. നിങ്ങൾ ഭയപ്പെടണം. ഒരു ചോദ്യമുണ്ടല്ലോ, യഥാപിതാ തഥേ പുത്ര. പിതാവ് എങ്ങനെയാകുന്നുവോ അങ്ങനെയായിരിക്കും മക്കൾ. നമ്മൾ എത്ര മിടുക്കന്മാരാണെന്ന് പറഞ്ഞാലും നമ്മളെ നോക്കിയാൽ നമ്മുടെ മക്കൾ പഠിക്കുന്നത് മക്കൾ പോലെ. അവർക്ക് ലഭിക്കുന്ന ബേസിക് എന്ന് പറയുന്നത് നമ്മളിൽ നിന്നാണ്. അതിനെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നാം ദൈവസന്നിധി ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ദൈവത്തെ മാനിക്കുന്നതിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ വളരണം. ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ ഞാൻ 2-3 കാര്യങ്ങൾ കൂടെ പറഞ്ഞു നിർത്തട്ടെ. മറ്റു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിനാണ്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അവിടെ പറയുന്നു, അതിന്റെ 1 മുതൽ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ താഴോട്ട് പറഞ്ഞിരിക്കുന്നു, എല്ലാവരും ഒന്നു തന്നെ സംസാരിക്കും. നിങ്ങളുടെ ഇടയിൽ ഭിന്നത വരാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവ മക്കൾ ഏക അഭിപ്രായം ഉള്ളവർ ആയിരിക്കും. അതിന് താഴേക്ക് നാം വായിക്കുമ്പോൾ അവിടെ ഇതാ ഈ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയും, കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടായി. അവിടെ ചിലർ പറഞ്ഞു ഞങ്ങൾ അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ. അങ്ങനെ ഒരു പക്ഷക്കാരനായിട്ട് തിരിഞ്ഞ് ദൈവത്തെ മറന്നുപോയതായ ഒരു സാധ്യത. ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, നമ്മുടെ
ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഈ പക്ഷം. അനേക സഭ ഈ പക്ഷം കൊണ്ട് നശിച്ചു. കുറെ പേര് അച്ഛന്റെ പക്ഷക്കാർ, കുറെ പേര് കൈക്കാരന്റെ പക്ഷക്കാർ, കുറെ പേര് സെക്രട്ടറിയുടെ പക്ഷക്കാർ, കുറെ പേര് കറുത്ത പക്ഷക്കാർ, കുറെ പേര് വെളുത്ത പക്ഷക്കാർ, കുറെ പേര് പൊക്കം കൂടിയ പക്ഷക്കാര്, കുറെ പേര് കുറഞ്ഞ പക്ഷക്കാർ. ദൈവത്തിന് സ്തോത്രം. ദൈവസഭയിൽ വന്നിട്ട് ഈ പക്ഷം പിടിച്ച തലമുറ നശിച്ചു പോകുമെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞതാണ്, നമ്മളെ പക്ഷം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ദൈവം പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ ദൈവസന്നിധിയിൽ ഒരു മനസ്സുള്ളവരാണ്. അതാണ് ഇവ കൊടുത്തിരിക്കുന്ന വിഷയം. യുണൈറ്റഡ് ഇൻ ലവ്, സ്നേഹത്തിൽ ഒരുമിച്ച് ഐക്യമുള്ളവരാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്ക് മുഖത്ത് നോക്കി, അടുത്തിരിക്കുന്ന ആളെ മുഖത്ത് നോക്കി ഹൃദയംഗമായി ചിരിക്കാം. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ സഭയിൽ വന്നിരിക്കുന്ന നമ്മുടെ സഹശിഷ്ടങ്ങളെ നോക്കിയിട്ട് ഹൃദയംഗമായി ഒന്ന് ചിരിക്കുവാൻ. സ്തോത്രം. ഇവിടെ വരുന്ന 10-80 പേരെ പരസ്പരം സ്നേഹിക്കാൻ പറ്റാത്തവൻ, കോടാകോടി ദൂതന്മാരും നമ്മെ വിട്ടുപോയ വിശുദ്ധന്മാരുടെ കൂടെ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? ഈ ലോകത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും നിന്റെ മക്കളെയും മരുമക്കളെയും സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവരെ കരുതാൻ കഴിയുന്നില്ലെങ്കിൽ, നീ എങ്ങനെ അഭിനവനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലും? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ഇതിനകത്ത് കയറി ഒരുപക്ഷെ നമുക്ക് രാഷ്ട്രീയ ചിന്തകൾ പലതുണ്ടാകാം, വിവിധങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകൾ, അതൊക്കെ പുറത്താണ്. അത് പണ്ടിക്കകത്ത് വരുന്നത്. എത്രയോ ആരാധന സ്ഥലങ്ങൾ, ഈശ്വരീയതായ എത്രയോ ദേവാലയങ്ങൾ വളരെ അനുഗ്രഹമായി പോയിട്ടുള്ള ദേവാലയങ്ങൾ ഈ പക്ഷം പിടിച്ച് നശിച്ചു പോയിട്ടുണ്ടെന്നറിയാം. അതിന് നേതൃത്വം നൽകിയ ഈ കുടുംബം താറുമാറായി പോയത് നിങ്ങൾക്കറിയാം. നമ്മളെ പിടിച്ചിരിക്കുന്നത് പക്ഷം പിടിക്കാനാണ്. ഇവിടെ പറയുന്നു 14-ാമത്തെ വാക്യം, നിങ്ങളിൽ ഓരോരുത്തരും താങ്കൾ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊസ്തലന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നതോട് ദൈവത്തിന്റെ സ്തോത്രം. താഴേക്ക് പറഞ്ഞിരിക്കുന്നത് അല്ല, അങ്ങനെ ചെയ്യരുത്. ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠന്മാരായി തീരണം. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ശ്രേഷ്ഠന്മാരായി തീരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ലാസ്റ്റ് 15-ാം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതൽ താഴേക്ക് നാം വായിക്കുമ്പോൾ, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ 10 വിധമായിരിക്കുന്ന കാര്യങ്ങൾ, ഇത് നമ്മളുടെ അനുഗ്രഹത്തിന്റെ പേരിൽ നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ, നമ്മുടെ അനുഗ്രഹം പൂർണ്ണമാകുവാൻ, ദൈവകൃപ പൂർണ്ണമാകുവാൻ നാം ദൈവത്തെ ഭയപ്പെടുന്നവരായി. 10 കാര്യങ്ങൾ പറഞ്ഞു. ആ 10 കാര്യങ്ങൾ നിങ്ങൾ ആര് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ഒന്നാമത്തെ കാര്യം? നാം കൽപ്പന പ്രമാണിക്കുന്നവരായിരിക്കണം. എന്താ രണ്ടാമത്തെ കാര്യം? അതിനോട് ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. മൂന്നാമത്തെ കാര്യം, ഈ വചനങ്ങളൊന്നും നീ മറന്നു പോകരുതെന്ന് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അതിനെ വളരെ കൃത്യമായി സൂക്ഷിച്ചു വെക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നാലാമത്തെ കാര്യം, അത് ജാഗ്രതയോടെ നീ അനുവർത്തിക്കണം. ഒന്നും അതിനകത്ത് വിട്ടുപോകുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അഞ്ചാമത്തെ കാര്യം, അത് നീ മനസ്സിലാക്കുക മാത്രമല്ല, നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും അത് പഠിപ്പിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ആറാമത്തെ കാര്യം, നീ ഭയപ്പെടുകയും നിന്റെ മക്കളെ ഭയപ്പെടുവാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഏഴാമത്തെ കാര്യം, ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവസന്നിധിയിൽ നാം ഒന്ന് തന്നെ സംസാരിക്കുന്നവരാകണം. പിന്നെ ഭിന്നതകളാക്കുന്നവരാകരുത്. ഏക മനസ്സും ഏകാഭിപ്രായവും ഉള്ളവരായിരിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. പിണക്കമുള്ളവരാകരുത്. 10 വിധമായിരിക്കുന്ന കാര്യങ്ങൾ, ഈ 10 വിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചെയ്ത, അത് 10 വിധമായിരിക്കുന്ന കൽപ്പനകൾ നാം പ്രമാണിച്ചെന്നാൽ വേദപുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. എപ്പോഴാണ് പൂർണ്ണമാകുന്നത്? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമുക്ക് 10,000 രൂപ കിട്ടുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എത്ര സന്തോഷം പൂർണ്ണമാകുന്നു? നമുക്കൊരു ലോട്ടറി അടിക്കുമ്പോഴാണ്, നമ്മളൊരു വീട് വെക്കുമ്പോൾ, കാർ വാങ്ങുമ്പോഴല്ല, നമ്മുടെ മക്കളും ഉന്നതമായി ജീവി വിജയിക്കുമ്പോഴല്ല സന്തോഷം പൂർണ്ണമാകുന്നത്. സന്തോഷം പൂർണ്ണമാകുന്നത് കർത്താവിനോടുകൂടെ നിത്യതയിൽ പ്രവേശിക്കുമ്പോൾ. സ്തോത്രം. നമ്മളെല്ലാം ഒരുങ്ങുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയാണ്. നമ്മളെല്ലാം പ്രത്യാശയോടെ ഇരിക്കുന്നത് കർത്താവിന്റെ കൂടെ ആ കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖങ്ങളും പുറവിളിയുമില്ലാത്ത, മരണവും യാതൊരു വിപത്തുകളുമില്ലാത്ത കർത്താവിനോട് കൂടെയുള്ള നിത്യവാസത്തിനാണ് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് ഈ കൽപ്പനകളെ ജാഗ്രതയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നനച്ച് അതിനെ സൂക്ഷിച്ചുകൊള്ളുക. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, സ്നേഹത്തിൽ അന്യോന്യം വർദ്ധിച്ചു വരുവാൻ, സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിക്കുവാൻ, സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നായി ജീവിക്കുവാൻ, സ്നേഹത്തിൽ അന്യോന്യം ഞങ്ങളെ കരുതുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. അതിനായി ഞങ്ങൾ ഒരുക്കണം. ഞങ്ങൾ കേട്ടതായ ഈ 10 ഉപദേശങ്ങൾ, ഈ 10 കൽപ്പനകൾ അത് പ്രമാണിക്കുന്നവരായി ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹായിക്കണമേ. കർത്താവേ, അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിൽ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിച്ച് കർത്താവിനോടുകൂടെ സന്തോഷ പരിപൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ അവർ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തെ കൊണ്ട് നിറയ്ക്കണം. ഇപ്പോൾ ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞേക്കണമേ. പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം തന്നെ